വളരെ സിമ്പിളാ കൂട്ടരെ, കുറെ ഒന്നുമില്ല. നമ്മുടെ വരുമാനം എങ്ങനെ കൂട്ടുക? വരുമാനം എവിടുന്നാണ്? ഷെയർ മാർക്കറ്റ് അടുക്കുക, നമുക്ക് വാടക കിട്ടുന്ന എല്ലാം പാടെ കൂട്ടുക, ഒരു പാത്രങ്ങൾ സങ്കല്പിക്കുക, അതിക്ക് നമ്മുടെ വരുമാനമൊക്കെ പാടെ കൂട്ടുക. അതിന് കിട്ടാൻ സാധ്യതയുള്ള കടങ്ങൾ കൂടെ കൂട്ടുക, കിട്ടാൻ സാധ്യതയില്ലാത്ത കട ഒഴിവാക്കുക തൽക്കാലം. എന്നിട്ട് ആ ഭരണയിൽ നമ്മുടെ എല്ലാ വരുമാനം പാടെ കൂട്ടിയിട്ട് ആ ഭരണയിൽ നമ്മുടെ അടിസ്ഥാനപരമായ ചെലവ്, അത് അവനവന്റെ മനസ്സിനോട് ചോദിച്ചാൽ അറിയാം. പടച്ചോൻ ഭാഗത്ത് കാണല്ലോ. അടിസ്ഥാനപരമായ ചെലവ് കഴിഞ്ഞിട്ട് 590 ഗ്രാം വെള്ളി ഇന്നത്തെ വില ഞാൻ നോക്കുമ്പോൾ 1,68,000 സംതിങ് ആണ്. 1,68,000 റുപ്യ അടിസ്ഥാന ചെലവ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 2.5% കൊടുത്താൽ മതി. ഇതിനെന്താ ഇതിന് മാത്രം കൺഫ്യൂഷൻ ഉള്ള കാര്യം? സഹോദരിമാരെ, അവനവന്റെ കൂട്ടില് ആഭരണം എടുത്താണ്ട് അത് 10 പവന്റെ മുകളിലുണ്ടെങ്കിൽ ടോട്ടൽ ആഭരണത്തിന്റെ 2.5% കൊടുക്കുക. ഇതിനെന്താ കൺഫ്യൂഷൻ? ഇത് നമ്മൾ അറിയേണ്ട രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, യുവാക്കളായ ആൾക്കാർ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ബാപ്പാർക്കുള്ളതല്ല സക്കാത്ത്. സക്കാത്തിന്റെ പ്രത്യേകം എന്താ അറിയോ? എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിന് പ്രായപൂർത്തി മാനദണ്ഡമുണ്ട്, ബുലൂഗുണ്ട് നിസ്കാരത്തിന്. ഹജ്ജിന് ബുലൂഗാകണം എന്ന് നിയമമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായെങ്കിലേ നിർബന്ധമാകുള്ളൂ. നോമ്പിന് പ്രായപൂർത്തി ഉണ്ട്, സക്കാത്തിന് പ്രായപൂർത്തി ഇല്ല. ഇന്റെ 5 വയസ്സുള്ള കുട്ടി ഓന് ബിസിനസ് കഴിയുന്നതിന് ഉദാഹരണം പറയാൻ, 10 വയസ്സുള്ള കുട്ടി ഓന് ബിസിനസ് ചെയ്യുന്നതിന് അവന് 1 വർഷം സക്കാത്തിന്റെ കൊടുക്കേണ്ട പൈസ ഉണ്ടായാൽ 10 വയസ്സാണെങ്കിലും ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കണം. യുവാക്കളെ, നമ്മുടെ മഹലിലുള്ള നല്ലവരായ പടച്ചോന്റെ ബർക്കത്ത് കൊണ്ട് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും വ്യത്യസ്തങ്ങളായി ബാപ്പാന്റെ കൂടെയും ഒക്കെ ബിസിനസ് ചെയ്യുന്നവർ, വരുമാനമുണ്ടാക്കുന്നവർ, പണിക്ക് പോകുന്നവർ ഒന്ന് കൂട്ടിവെക്കുക. ഒരു കൊല്ലം, അറബി മാസത്തിൽ 1 കൊല്ലം. അതുകൊണ്ടാണ് പലപ്പോഴും റമദാനിലേക്ക് വരുന്നത്. റമദാന് സക്കാത്ത് നേർക്കുനേരെ ബന്ധമുണ്ടായിട്ടല്ല, റമദാനിലാണ് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത് എന്നതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് കൂട്ടിവെക്കുക. 1 വർഷത്തെ വരുമാനം കൂട്ടുക. അടിസ്ഥാന ചെലവ് കഴിഞ്ഞിട്ട് 1,68,000 റുപ്യ ഉണ്ടോ എങ്കിൽ 2.5%, ആ പൈസ 2.5% കൊടുക്കുക. സഹോദരങ്ങളെ, ഇത് നമ്മൾ